ഒരിക്കൽ വയലൂരം ഗ്രാമത്തിലെ ദാമു എന്ന ചെറുപ്പക്കാരനും മറ്റൊരു നാട്ടും പ്രദേശക്കാരിയായ ഗൗതമി എന്ന ചെറുപ്പക്കാരിയും തമ്മിൽ വിവാഹം ഉറപ്പിച്ചു. വിവാഹം ഉറപ്പിച്ച് കുറച്ചു ദിവസങ്ങൾക്കകം ഇരുവരുടെയും വിവാഹം നടന്നു. വർഷങ്ങൾ പിന്നിട്ട് ഇരുവർക്കും തമ്മിൽ ഒരു പുത്രനും ജനിച്ചു. അവനെ രുദ്രൻ എന്ന് പേര് വിളിക്കുകയും ചെയ്തു. പിന്നെയും വർഷങ്ങൾ പിന്നിട്ട് അവർക്ക് രണ്ടാമതൊരു പുത്രൻ കൂടി ജനിച്ചു. മഹീന്ദ്രൻ എന്ന് പേര് വിളിച്ചു. മഹീന്ദ്രന് ശേഷം അവർക്കൊരു മകൾ കൂടി പിറക്കുന്നു, പാർവതി. പാർവതിക്ക് 3 വയസ്സുള്ളപ്പോൾ നാലാമതൊരു പുത്രി കൂടി ഇരുവർക്കും ജനിക്കുന്നു, ശ്രേയ എന്ന പെൺകുട്ടി. ശ്രേയ എന്ന കുഞ്ഞനുജത്തിയെ കൊഞ്ചിച്ചും ലാളിച്ചും 1 വർഷം തികയുന്നു. പാർവതിക്ക് 4 വയസ്സുമാകുന്നു. പാർവതിയാകട്ടെ ബസൂരി എന്ന അസുഖത്തെ തുടർന്ന് കിടപ്പിലായി. ദിവസങ്ങൾക്കകം അനുജത്തി ശ്രേയയും ബസൂരി എന്ന അസുഖത്തെ തുടർന്ന് കിടപ്പിലായി. അങ്ങനെ രണ്ടുപേരും ബസൂരി എന്ന ആ അസുഖത്തെ തളർന്ന് രണ്ടുപേരും കിടപ്പിലായി. ദിവസങ്ങൾ പിന്നിട്ട് പാർവതി മരിക്കുകയും ശ്രേയ എന്ന കുഞ്ഞനുജത്തി തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയും ചെയ്തു. കാലങ്ങൾ കടന്നു പോകവേ ദാമുവിൻ്റെ ഭാര്യ 8 മക്കൾക്ക് ജന്മം നൽകി. 4 ആമക്കളും 4 പെൺമക്കളും. ഒരു മകൾ മരിച്ചുവെങ്കിലും ബാക്കിയുള്ള 7 മക്കളുമായി ദാമുവും ഭാര്യ ഗൗതമിയും സുഖമായി ജീവിച്ചു. മലയോര ഗ്രാമത്തിൽ താമസിച്ചിരുന്ന ദാമുവും ഭാര്യ ഗൗതമിയും 7 മക്കളുമൊത്ത് താമസിച്ച വീടിന്റെ മേൽക്കൂര പുല്ലുമേഞ്ഞതും ഈറ്റ ഇലകൾ കൊണ്ട് മറവെച്ചതും തറ ചാണകം മെഴുകിയതും നല്ല നിരപ്പും നീളവുമുള്ള വീതിയും ഒക്കെയുള്ള മുറ്റവും ചുറ്റുമതിൽ കാട്ടുകമ്പുകൾ കൊണ്ട് കെട്ടിയതും ഗേറ്റ് തടി കൊണ്ടുള്ളതുമായിരുന്നു. വർഷങ്ങൾ പിന്നിട്ട് ദാമുവിന്റെ മൂത്ത മകൻ രുദ്രന് 22 വയസ്സ് തികയുന്നു. അങ്ങനെയിരിക്കെ ദാമുവും ചേട്ടൻ രാഘവനും അടുത്തുള്ള അമ്പലത്തിൽ വിഗ്രഹം മോഷ്ടിക്കാൻ തീരുമാനിച്ചു. 2 ദിവസങ്ങൾക്ക് ശേഷം വിഗ്രഹം മോഷ്ടിച്ചു. ആരോ കണ്ടു എന്ന് മനസ്സിലാക്കിയ ദാമുവും രാഘവനും അടുത്തുള്ള പൊട്ടുകിണറ്റിൽ വിഗ്രഹം വീക്ഷിച്ചു. അധികം താമസിയാതെ ദാമുവിന്റെ ഒരു കാൽ തളർന്ന് മുറിച്ചു മാറ്റപ്പെട്ട് ദാമു കിടപ്പിലായി. മലയിൽ താമസിച്ചിരുന്ന നാണപ്പൻ എന്ന 45-കാരൻ ദാമുവിന്റെ മൂത്ത മകൻ രുദ്രന്റെ തേടിയെത്തി. നാണപ്പനാകട്ടെ വാറ്റുചാരായം ഉണ്ടാക്കുകയായിരുന്നു ജോലി. രുദ്രൻ സഹായിക്കുമെങ്കിൽ പണം കൊടുത്തുകൊള്ളാമെന്ന് പറഞ്ഞ് രുദ്രനെ കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. ദിവസങ്ങൾ മാസങ്ങൾ പിന്നിട്ട് രുദ്രനെ കാണാതെ രുദ്രന്റെ അമ്മ ഗൗതമിയും സഹോദരി ശ്രേയയും അവരെ തേടിയുള്ള യാത്രയിലായിരുന്നു. അതായത് രുദ്രനെയും കൂട്ടുകാരെയും തേടി. പിന്നീട് ഉള്ള വാർത്ത, രുദ്രനെ കൊണ്ടുപോയവർ, അതായത് നാണപ്പനും കൂട്ടുകാരും അടിച്ചുകൊന്ന് കെട്ടിത്തൂക്കി എന്നതായിരുന്നു. മലയോര ഗ്രാമത്തിലെ ദാമുവിന്റെ മൂത്ത മകൻ രുദ്രന്റെ മരണവാർത്തയറിഞ്ഞ് അമ്മ ഗൗതമിയും ശ്രേയ എന്ന സഹോദരിയും അന്വേഷിച്ചെത്തിയപ്പോൾ നാണപ്പനും കൂട്ടുകാരും അവിടെ ഇല്ലെന്ന വാർത്തയറിഞ്ഞു. എന്നാൽ നാണപ്പന്റെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന 12-കാരനായ വേണുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നാട്ടുകാർ വനത്തിനുള്ളിലെ മരത്തിൽ ഈറ്റപ്പൊളി കൊണ്ട് നെയ്ത പായ കൊണ്ട് ചുറ്റി കെട്ടിത്തൂക്കിയ നിലയിൽ രുദ്രന്റെ ബോഡി കണ്ടെത്തിയിരുന്നു. അന്നത്തെ സാഹചര്യം അനുസരിച്ച് പോലീസിൽ അറിയിച്ചപ്പോൾ പിറ്റേന്ന് പോലീസ് എത്തി. എന്നാൽ രുദ്രന്റെ ബോഡി അവിടെ നിന്നും നീക്കം ചെയ്തിരിക്കുന്നു. പോലീസ് അന്വേഷണം തുടർന്നുകൊണ്ടിരുന്നു. എന്നാൽ ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞു. യാതൊരു അറിയിപ്പും ഉണ്ടായിരുന്നില്ല രുദ്രനെ കുറിച്ചുള്ള. എന്നാൽ വീണ്ടും രുദ്രന്റെ അമ്മ ഗൗതമി പോലീസിൽ പരാതി കൊടുത്തതിനെ തുടർന്ന് പോലീസ് അന്വേഷിക്കുകയും 12 വയസ്സുകാരനായ വേണുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെ നാണപ്പന്റെ പുരയിടത്തിന്റെ അറ്റത്തായി, അതായത് വനത്തിനടുത്ത് ശ്ലീമപ്ലാവിന്റെ ചുവട്ടിൽ രുദ്രനെ അടക്കം ചെയ്തതായി കാണപ്പെട്ടു.